ഒരു സ്ട്രേഞ്ചായ മോൺസ്റ്റർ മേരിയെ പിടിക്കാനായി വരുന്നു. അവൾ ഡോറിലുണ്ടായിരുന്ന ഒരു ചെറിയ വഴിയിലൂടെ രക്ഷപ്പെടുന്നു. പക്ഷെ ഏതു നിമിഷവും ആ മോൺസ്റ്റർ ഡോർ തകർത്ത് പുറത്തു വരും. പക്ഷെ താനെത്തിയ സ്ഥലം കണ്ട് മേരി ഷോക്കാവുന്നു. അവിടെ എല്ലാ റൂമുകൾക്കും ഒരു വശത്ത് ഓപ്പണിംഗ് ആണ്. മാത്രമല്ല ആ വശത്ത് വളരെയധികം ആഴമുള്ള ഒരു ഗർത്തം പോലെയുണ്ട്. അതിന്റെ എൻഡ് അവൾക്ക് കാണാനും കഴിയുന്നില്ല. അവൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാനേ കഴിയൂ. അത് കണക്ട് ചെയ്യുന്നത് ഒരു സ്റ്റെയറിലേക്കാണ്. മേരി ശ്രദ്ധാപൂർവം ആ സ്റ്റെയറിലൂടെ കയറാൻ തുടങ്ങുന്നു. അതിന് കൈവരികൾ ഉണ്ടായിരുന്നില്ല. അവളുടെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ അവൾ ആ ഗർത്തത്തിലേക്ക് വീഴും. പക്ഷെ ആ മോൺസ്റ്ററിനെ കുറിച്ചുള്ള പേടി കാരണം അവൾ വേറൊന്നും ചിന്തിക്കാതെ അതിലൂടെ കയറുന്നു. കുറച്ചു സമയത്തിൽ അവൾ അതിന്റെ എൻഡിലെത്തുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നു. അതിന്റെ പുറകിലായി വളരെ ചെറിയൊരു വഴിയാണ് ഉണ്ടായിരുന്നത്. അവൾ അതുവഴി മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ മോൺസ്റ്റർ ആ ഡോർ തകർക്കുന്നു. അപ്പോഴേക്ക് മേരി മുകളിലെത്തിയിരുന്നു. ആ റൂമിലെത്തിയതും അവൾക്കൊരു പ്രതീക്ഷ തോന്നുന്നു. കാരണം അവൾ ഇവിടേക്ക് കയറി വന്നത് ഈ റൂമിലൂടെയാണ്. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവളുടെ പ്രതീക്ഷ നഷ്ടമാവുകയും ചെയ്യുന്നു. ആ റൂമിന്റെ എൻട്രൻസിന് മുന്നിൽ വലിയൊരു ചുവര് കെട്ടിയിരിക്കുന്നു. അത് കണ്ടവൾ ഷോക്കായി നിൽക്കുമ്പോൾ ആ മോൺസ്റ്റർ അവിടേക്ക് കയറി അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അവൾ കയ്യിൽ കിട്ടിയൊരു തടി വെച്ച് ആ മോൺസ്റ്ററിന്റെ വുഡൻ ലെഗ് അടിച്ചൊടിക്കുന്നു. ആ മോൺസ്റ്റർ തറയിൽ വീണ തക്കത്തിന് മേരി അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. പക്ഷെ അവളും സ്ലിപ്പായി അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡിൽ തട്ടി വീണ് അതിലുണ്ടായിരുന്ന ഒരു സ്വിച്ച് ഓൺ ആവുന്നു. അടുത്ത നിമിഷം തന്നെ ആ റൂമിലുണ്ടായിരുന്ന എല്ലാ ഫയർ എക്സ്റ്റിംഗ്വിഷറും ആക്ടിവേറ്റ് ആവുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ആ റൂം ഫുള്ള് പുക കൊണ്ട് നിറയുന്നു. അതിനിടയിലൂടെ ചുവരിലൊരു ചെറിയ ഗ്യാപ്പ് ഉള്ളത് അവൾ കാണുന്നു. അതിലൂടെ പോയാൽ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്താമെന്ന് വിചാരിച്ചവൾ അതിനകത്തേക്ക് കയറുന്നു. ഭാഗ്യത്തിന് മോൺസ്റ്ററിന് അതിനകത്തേക്ക് കയറാൻ കഴിയുന്നില്ല. അവൾ ആ ചെറിയ ഗ്യാപ്പിലൂടെ മുന്നോട്ട് നടക്കുന്നു. അവസാനം എത്താറായതും അവിടെ സ്യൂട്ട് ധരിച്ചു നിൽക്കുന്ന രണ്ടുപേരെ അവൾ കാണുന്നു. അവർ അവൾക്ക് നേരെ സ്മോക്ക് അടിക്കുന്നു. സത്യത്തിൽ അവർ അവിടുത്തെ വർക്കേഴ്സ് ആണ്. ആ ഗ്യാപ്പിലൂടെ മോൺസ്റ്റേഴ്സ് വരാതെ നോക്കാനാണ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നത്. അവസാനം മേരി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ അവൾ റിയൽ വേൾഡിലേക്കല്ല എത്തിയിരിക്കുന്നത്. അവിടെയും മനുഷ്യരാണെങ്കിലും ആ സ്ഥലം ബാക്ക് റൂം എന്നാണ് അറിയപ്പെടുന്നത്. ആക്ച്വലി മേരി ഒരു മനോരോഗ വിദഗ്ധയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അവളുടെ പേഷ്യന്റായ ക്ലാർക്ക് തന്റെ ഷോപ്പിന്റെ ബേസ്മെന്റിൽ ഒരു വെളിച്ചം കണ്ട് തൊട്ടു നോക്കുമ്പോൾ അയാൾ ആ ചുവരിലൂടെ പാസ് ചെയ്ത് മറുവശത്തെത്തുന്നു. ഇക്കാര്യം മേരിയോട് പറയുമെങ്കിലും അവൾ അത് വിശ്വസിക്കുന്നില്ല. ഞാൻ അതിനുള്ള തെളിവുകളുമായി വരാമെന്ന് പറഞ്ഞ ക്ലാർക്ക് തന്റെ രണ്ട് ഫ്രണ്ട്സിനെയും കൊണ്ട് ആ സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ അതിനുശേഷം അവരെ മൂന്നുപേരെയും ആരും കണ്ടിട്ടില്ല. ക്ലാർക്കിനെ അന്വേഷിച്ച് ഷോപ്പിലേക്ക് വന്ന മേരി അയാൾ അവിടെ വരച്ചു വെച്ചിരിക്കുന്ന മാപ്പ് കണ്ട ആ ചുവരിൽ തൊട്ടു നോക്കുന്നു. അപ്പോഴാണ് അയാൾ പറഞ്ഞത് സത്യമായിരുന്നെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ക്ലാർക്കിനെ അന്വേഷിച്ച് വന്ന മേരിയും അതിനകത്ത് അകപ്പെടുന്നു.